നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസൈനിങ് HR പോർട്ടൽ. HR പോർട്ടൽസ് എങ്ങനെ ഡിസൈൻ ചെയ്യും? ജനറേറ്റ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ഐഡിയാസ് ജനറേറ്റ് ചെയ്യും, ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യും. നമ്മുടെ HR നീഡ്സ് എന്തൊക്കെയാണ് മനസ്സിലാക്കി, നമ്മൾ യൂസർ എന്തൊക്കെയാണ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇത്രയും നോക്കിയിട്ടായിരിക്കും നമ്മളൊരു ഡിസൈൻ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഫർമേഷൻസ് ആദ്യം കളക്ട് ചെയ്യും. പിന്നെ ഡിറ്റർമിൻ HR ട്രാൻസിഷൻ, അതായത് എങ്ങനെയാണ് നമ്മൾ ഓൺലൈനിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഫുള്ളായിട്ടുള്ള ഇൻ്റർഫേസ് ഡെവലപ്പ് ചെയ്തെടുക്കും. നമ്മുടെ HR പോർട്ടൽ എങ്ങനെയാണ് അപ്പിയർ ചെയ്യേണ്ടത്, ആ ഒരു രീതി, ആ ഒരു ഡിസൈനും കാര്യങ്ങളും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. എന്തോരം ഇൻഫർമേഷൻ അവിടെ നമ്മൾ പ്രൊവൈഡ്, നമ്മൾ ഓൺലൈനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ ഡേറ്റയിൽ വരുത്തണം. പിന്നെ ഡിസൈൻ ആൻഡ് ഇൻ്റർഫേസ്, എൻഷുർ യൂസർ ഫ്രണ്ട്ലി ആൻഡ് ഇൻറ്റ്യൂട്ടീവ് ലേഔട്ട്. ഇപ്പോൾ ലേഔട്ട് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യരുത്, സിമ്പിളായിട്ടുള്ള വേർഡ്സ് ആയിരിക്കണം. അതേപോലെ ഒരുപാട് ഇൻഫർമേഷൻസ്, ബൾക്ക് ഇൻഫർമേഷൻസ് കൊടുക്കരുത്. ഫസ്റ്റ് നമ്മൾ കയറുമ്പോഴത്തേക്കും കുറച്ചായിട്ട് ഡാഷ്ബോർഡിൽ ഐറ്റംസ് കാണിച്ചേക്കണം. നമുക്ക് സെഗ്രേറ്റ് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റണം. ഇപ്പോൾ എംപ്ലോയി ഡീറ്റെയിൽസ്, ട്രെയിനിങ്, അങ്ങനെ ഓരോ ഹെഡ് വൈസ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ സെലക്ട് അപ്രോപ്രിയേറ്റ് ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ചൂസ് സെക്യൂർ ആൻഡ് സ്കെയിലബിൾ സിസ്റ്റം. അപ്പം നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സെക്യൂർ ആയിട്ടും സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് സെക്യൂർ ആയിരിക്കണം. ഒരിക്കലും അവിടെ ഡേറ്റ തെഫ്റ്റിനുള്ള ഒരു ചാൻസ് വരാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം എൻഷുർ ചെയ്യുക. ടൈറ്റ് ടെക്നിക്കൽ സെക്യൂരിറ്റി നമ്മൾ കൊണ്ടുവരണം. റിവ്യൂ ഷെഡ്യൂൾസ് എന്ന് പറയുമ്പോഴത്തും നമ്മൾ എപ്പോഴാണോ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് ഇത് പ്രോപ്പറായിട്ട് നമ്മുടെ HR പോർട്ടൽ പ്രോപ്പറായിട്ടാണോ ഫംഗ്ഷൻ ചെയ്ത് പോകുന്നതെന്നുള്ളത് നമ്മൾ റിവ്യൂ ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് ടൈം ലൈൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രോപ്പർ ഇൻ്റർവെൽസിൽ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ വന്നിട്ട് ബെനിഫിറ്റ്സ് ഓഫ് HR പോർട്ടൽ. HR പോർട്ടലിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് എംപ്ലോയി ഇൻഫർമേഷൻ. നമുക്ക് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ നമുക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ടോ എല്ലാ ബ്രാഞ്ചസിലെ എംപ്ലോയിൻ്റെ ഡീറ്റെയിൽസ് ഒന്നിച്ച് നമ്മുടെ HR പോർട്ടലിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതേപോലെ ട്രാൻസ്പെറൻസി, നമുക്ക് എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഒന്നും ആരും ഹൈഡ് ചെയ്യുന്നില്ല. എല്ലാ എംപ്ലോയി ഡീറ്റെയിൽസ്, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഹയസ്റ്റ് പെർഫോമിംഗ് എംപ്ലോയി ഓഫ് ദ മന്ത്, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള ഡീറ്റെയിൽസും കൂടി അതിൽ വെക്കും. ഈ മന്തിൽ ആരാണ് ഹൈ പെർഫോമൻസ്, അപ്പോൾ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ളതിലാണ് അങ്ങനെ ഹൈ പെർഫോമൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ 24/7 ആക്സസ് ടു HR സർവീസ്, 24/7 HR സർവീസ് ആക്സസ് ഉണ്ടാവും. പിന്നെ റെഡ്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ലോഡ് കുറയ്ക്കും. ഓക്കെ, നമ്മുടെ ഓഫീസ് വർക്ക് ലോഡ് കുറയ്ക്കും. പിന്നെ വന്നിട്ട് എൻഹാൻസ് എംപ്ലോയി എൻഗേജ്മെൻറ്റ് കൂട്ടുക. എംപ്ലോയീസിന് കൂടുതലായിട്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അവരെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് അവർ ഫുള്ളി അപ്ഡേറ്റഡ് ആയിരിക്കും. പിന്നെ ഫാസ്റ്റർ HR ട്രാൻസാക്ഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. HR ട്രാൻസാക്ഷൻസ് ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ വോട്ടിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വോട്ടിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. കാരണം അവരുടെ ഫോണിൽ അവർക്ക് ആപ്പ് വഴി നോട്ടിഫിക്കേഷൻ കിട്ടും. അവർക്ക് പോർട്ടലിൽ ഡയറക്റ്റ് വരാൻ പറ്റും. ഡയറക്റ്റ് ലോഗിൻ ചെയ്ത് അവർക്ക് അവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതിൽ മാർക്ക് ചെയ്യാം. പിന്നെ ഇൻ്റഗ്രേഷൻ വിത്ത് മൊബൈൽ ആൻഡ് HIRS സിസ്റ്റം. അപ്പം അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇൻ്റഗ്രേഷൻ മൊബൈലിൻ്റെ HRIS സിസ്റ്റമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും, മൊബൈൽ ആപ്പുമായിട്ട്. അപ്പോൾ ഈ HR പോർട്ടൽ, മൊബൈൽ ആപ്പ്, HRIS എല്ലാം അങ്ങോട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ്. അതുകൊണ്ട് തന്നെ ഏതിൽ അപ്ഡേറ്റ് കൊടുത്താലും ഇതിലെല്ലാത്തിലും റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഒരു ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മൾ പോർട്ടലിൽ എൻ്റർ ചെയ്താലും അല്ല മൊബൈൽ ആപ്പിലാണ് കൊടുക്കുന്നതെങ്കിൽ HRISലാണ് കൊടുക്കുന്നതെങ്കിൽ അത് അപ്ഡേറ്റഡ് ആയിക്കോളും ഈ 3 പ്ലേസിലും. പിന്നെ പേപ്പർലെസ് എക്കോ ഫ്രണ്ട്ലി ഓപ്പറേഷൻ. പേപ്പർലെസ് ആണ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. നമ്മൾ പേപ്പർ ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യം വരുന്നില്ല. എല്ലാം നമ്മൾ ഓൺലൈനാണ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എക്കോ ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ട് പേപ്പേഴ്സ് ആവശ്യങ്ങൾ വരുന്നില്ല. എൻവയോൺമെൻറ്റിന് ഒരു തരത്തിലുള്ള ഹാമും ഇതുകൊണ്ട് വരുന്നില്ല. അപ്പോൾ അതാണ് HR പോർട്ടലിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാനില്ല, അതുകൊണ്ട് തന്നെയാണ് ലിമിറ്റേഷൻസ് പറയാത്തത്. HR പോർട്ടൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയ ഒരു വലിയ MNC ആണെങ്കിൽ സ്വന്തമായിട്ട് ഒരു HR പോർട്ടൽ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് പറയത്തക്ക ലിമിറ്റേഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ.